അത് നിങ്ങൾക്ക് ദൂരത്ത് നിന്ന് നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതാവാം. കാരണം നിങ്ങൾ അടുത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ അവിടെ തന്നെ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ. ആ വാർത്ത ഒരുപക്ഷെ വസ്തുതാവിരുദ്ധം എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കുണ്ടായൊരു തെറ്റിദ്ധാരണ കൊണ്ടാവാം അങ്ങനെ ആ വാർത്ത നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇടയായിട്ടുള്ളത്. അത് വല്ലാത്ത അപമാനമായിപ്പോയി. അങ്ങനെ ആയിരുന്നില്ല സംഭവം. ഞാൻ അവിടെ തന്നെ നിൽപ്പുണ്ടല്ലോ. നമ്മുടെ ഹെലിപ്പാഡ് അതിൻ്റെ സെൻട്രലായിട്ട് എച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ എച്ച് മാർക്ക് ചെയ്ത സ്ഥലത്തായിരുന്നു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യേണ്ടത്. ലാൻഡ് ചെയ്തപ്പോൾ അല്പം ബാക്കിലേക്കായി പോയി. ആ ബാക്കിലേക്കായി പോയപ്പോൾ ഇത് ഉയർത്തുന്ന ഘട്ടത്തിൽ ഫാൻ കറങ്ങി ബാക്ക് വശത്തെ ചെളിയും അതോടൊപ്പം തന്നെ പൊടിയുമൊക്കെ ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പൈലറ്റ് തന്നെ ആ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു, നമുക്ക് ഈ സെൻറ്ററിലേക്കൊന്ന് നീക്കി നിർത്തണം. അതാണ് അവിടെ ഉണ്ടായത്. അവിടെ ഒന്നും അവിടെ ഹെലിപ്പാഡിൽ ഒരു കേടുപാടും ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾക്കിതിന് ശേഷം നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. അവിടെ നമുക്കറിയാം രാഷ്ട്രപതിയുടെ സുരക്ഷ NSG വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ എയർഫോഴ്സിൻ്റെ ആളുകൾ വന്ന് അവർ പരിശോധിച്ചതിന് ശേഷമാണ്, അവർ അനുമതി കൊടുത്തതിന് ശേഷമാണ് ഹെലികോപ്റ്റർ അവിടെ നിന്ന് പുറപ്പെടുന്നത് പോലും. അപ്പോൾ നമ്മൾ നിലയ്ക്കലായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. നിലയ്ക്കൽ വൈകി രാത്രി സന്ധ്യയോടുകൂടിയാണ് അവിടെ മഞ്ഞാവുന്നു. അവിടെ ലാൻഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരുന്നു. അപ്പോഴാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് മാറ്റുന്നത്. വലിയ നിർദ്ദേശം അവരുടെ വന്നു, പ്രസിഡന്റിന് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം വന്നു. അപ്പോൾ തന്നെ ബന്ധപ്പെട്ട എല്ലാ സൗകര്യവും ഒരുക്കി. അവിടെ അങ്ങനെ അരമണിക്കൂർ മതി ഈ കോൺക്രീറ്റ് ഉറയ്ക്കാൻ. റെഡിമിക്സ് വെച്ച് തയ്യാറാക്കിയ കോൺക്രീറ്റാണ്. 3 മണിയോടുകൂടി കഴിഞ്ഞു. 3:30 ബന്ധപ്പെട്ട എയർഫോഴ്സ് ആളുകളും മറ്റുമെല്ലാം വന്ന് പരിശോധിച്ചിരുന്നു. അവിടെ നിങ്ങൾക്ക് ഇനിയും നോക്കുമ്പോൾ മനസ്സിലാവും, അവിടെ ഒരു തരത്തിലുമുള്ള അത്തരം ഒരു വീഴ്ചയും അവിടെ ഉണ്ടായിട്ടില്ല. സംഭവം ഇതാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായ ഒരു തെറ്റിദ്ധാരണയാവാം, കാരണം ഹെലികോപ്റ്റർ തള്ളുന്നു. അപ്പോൾ ഹെലിപ്പാഡിൽ ഉണ്ടായിട്ടുള്ള ഈ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ നീക്കിയിടുന്നതിന് വേണ്ടി പൈലറ്റ് നിർദ്ദേശാനുസരണം അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചെയ്ത കാര്യമാണ്. ഈ രാഷ്ട്രപതിയുടെ ഷെഡ്യൂള് 1 മാസം മുമ്പ് വന്നതാണ്. സാധാരണഗതിയിൽ ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ളവർക്ക് വരുമ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ കാണാറുണ്ട്. ഇപ്പോൾ നിലയ്ക്കലാണെങ്കിൽ ഇത് തുലാമാസമാണ്, മഴക്കാലമാണ്, ചുറ്റും വനമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനൊരു സാധ്യത മുൻകൂട്ടി കാണേണ്ടതല്ലായിരുന്നു. അല്ല, അതെല്ലാം നിർദ്ദേശിക്കുന്ന പ്രസിഡന്റിൻ്റെ സുരക്ഷാ വിഭാഗമാണ്. അവർ നിർദ്ദേശം നൽകുന്നതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഇവിടുത്തെ ഉത്തരവാദിത്തം. അത് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അവർ തന്നെ വളരെ സന്തോഷത്തിലാണ്. കാരണം സന്ധ്യയോടുകൂടിയാണ് ഇവിടേക്ക് നിർദ്ദേശം വരുന്നത്. അപ്പോൾ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ ഹെലിപ്പാഡും ഈ സംവിധാനവുമൊക്കെ ഒരുക്കിയത് വളരെ അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് ഇവരെല്ലാം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കി പ്ലാൻ ഓരോന്ന് തയ്യാറാക്കുന്നത് ഇവിടെയല്ലല്ലോ, അത് പ്രസിഡന്റിൻ്റെ സുരക്ഷാ വിഭാഗമാണ്. അവരുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഇപ്പോൾ പറയാം, എൻ്റെ മുമ്പിലാണല്ലോ ഈ സംഭവം നടക്കുന്നത്. ഞാൻ എൻ്റെ ദൃക്സാക്ഷിയാണല്ലോ. ഇപ്പോൾ മീഡിയയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാം പ്രസിഡന്റ് വന്ന ഹെലിപ്പാഡ് അവിടെ കോൺക്രീറ്റ് താഴ്ന്നു. അപ്പോൾ ഇനി കോൺക്രീറ്റ് ഇച്ചിരി താഴ്ന്നാൽ എന്താ പ്രശ്നം? ഇത് ഉയർത്തുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹെലികോപ്റ്റർ ഇനി കോൺക്രീറ്റ് അങ്ങ് താഴ്ന്നു എന്ന് വെക്കുക, ഈ ഹെലികോപ്റ്റർ മുകളിലോട്ടല്ലേ ഉയരുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് ഉണ്ടായിട്ടുള്ള ഒരു തെറ്റായ വാർത്തയാണ്.